ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വലിയേട്ടൻ്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അതല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാം. 29 തീയതി ഇന്ന് സിനിമ 4Kയിൽ റീമാസ്റ്റർ ചെയ്ത് റിലീസിനെത്തിയിരിക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സിനിമകളുടെ പട്ടികയിൽ വീണ്ടും ഒരു സിനിമ കൂടി. മമ്മൂട്ടിയുടെ വല്യേട്ടൻ എന്തുകൊണ്ടും ക്വാളിറ്റി കൊണ്ട് മികച്ച സിനിമയാണ് എന്നുള്ള പേര് തന്നെയാണ് ആദ്യ ദിനത്തെ റെസ്പോൺസായി പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് നവംബർ 29-ന് 381ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 15% ഒക്യുപ്പൻസിയിൽ ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്ക് 20 ലക്ഷത്തോളം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത്. അതായത് സിനിമ ഒരു പക്ഷേ 25-28 ലക്ഷം രൂപ വരെ ഇന്നത്തെ ഫൈനൽ കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതോടുകൂടി തന്നെ മറ്റൊരു കാര്യവും കൂടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സ്ഥിരം ട്രാക്കേഴ്സ് ആരും തന്നെ ഈ ഒരു സിനിമയുടെ ട്രാക്കിംഗ് എടുക്കുന്നില്ല. ലഭ്യമായ ഇന്നലെ മുതലുള്ള ഒരു 1-2 ട്രാക്കേഴ്സ് മാത്രമാണ്, അവരുടെ ഡാറ്റയാണ് നമ്മൾ പുറത്തുവിടുന്നത്. നവംബർ 30-ന് 297 ഷോകളിൽ 3.5% ഒക്യുപ്പൻസിയിൽ അവർ പറയുന്നു 4.6 ലക്ഷത്തോളം അഡ്വാൻസ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാം ദിവസമായ ഡിസംബർ 1-ന് 2.6 ലക്ഷം ആണ് ഗ്രോസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് 209 ഷോകളിൽ നിന്ന് 1600 മുകളിലുള്ള ഷോകൾ 2.6% ഒക്യുപ്പൻസിയിൽ വന്നിരിക്കുന്നത്. 4-ാം ദിവസവും 5-ാം ദിവസവും 6-ാം ദിവസവും സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഏകദേശം 60, 69, 49, 42 ഷോകളുടെ കണക്കുകളാണ് വന്നിരിക്കുന്നത്. 87 ലക്ഷം രൂപയും 82 ലക്ഷം രൂപയും അതേപോലെ തന്നെ 6-ാം ദിവസവും 82 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ. അതായത് ഒരാഴ്ചത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു 30 ലക്ഷം രൂപയോളമാണ് കേരള കളക്ഷനായിട്ട് മാത്രം ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്തും സിനിമയ്ക്ക് വലിയ റിലീസുണ്ട്. 400-ന് മുകളിലുള്ള തിയേറ്ററുകളാണ് എന്ന് വെച്ച് ഗൾഫ് മേഖലയിൽ ഇന്നലെ കണ്ടത് വളരെ ദയനീയമായിട്ടുള്ള ഒരു ബുക്കിംഗ് തന്നെയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് അത് ഉയർന്നേക്കും, അതിനുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. എന്താണെങ്കിലും ഈ ഒരു ദിവസം സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് 30 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ആദ്യ ദിനത്തെ കളക്ഷൻ എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും സിനിമ ഇതിനോടകം തന്നെ ആദ്യ വാരത്തിൽ 30 ലക്ഷം രൂപ കടക്കുകയും ആദ്യ ദിനം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 30 ലക്ഷം രൂപ കടക്കുകയും ചെയ്യും. അതായത് ആവറേജ് ആദ്യത്തെ ആഴ്ച സിനിമ 70 ലക്ഷം രൂപയുടെ അടുത്തേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നിങ്ങൾ എത്ര പേര് സിനിമ തിയേറ്ററിൽ പോയി കണ്ടു ഒന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. നമുക്ക് കാണാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നുണ്ട് ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ. ക്വാളിറ്റി വൈസ് സിനിമ ഗംഭീരമെന്ന് കണ്ടവർ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു, നമ്മൾ കണ്ടപ്പോഴും നമുക്ക് തോന്നിയതും അത് തന്നെയാണ്. സൗണ്ട് ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റിയും മികച്ചു തന്നെ ഈ സിനിമയ്ക്ക് നിൽക്കുന്നു. പക്ഷേ ആരാധകരുടെ കയ്യിൽ നിന്നുള്ള ആ ഒരു പിന്തുണയുടെ കുറവ് ശരിക്കും ഈ സിനിമയ്ക്ക് കാണാനുണ്ട് എന്നുള്ളതാണ്. സിനിമയ്ക്ക് 20 ലക്ഷം രൂപ കളക്ഷൻ എന്ന് പറയുന്നത് മോശമായ ഒരു കളക്ഷൻ ഒന്നുമല്ല, തീർച്ചയായും നല്ല ഒരു കളക്ഷനാണ്. പക്ഷേ മറ്റുള്ള റീ റിലീസുകൾ വരുമ്പോൾ, മറ്റ് നടന്മാരുടെ റീ റിലീസുകൾ വരുമ്പോൾ, അവിടെ കാശ് വരുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് വന്നില്ല എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഡയറക്റ്റായി തന്നെ തരുന്നു. വേറൊന്നുമല്ല, ഫാൻസ് തിയേറ്ററുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. കാത്തിരിക്കാം, നാളെയും മറ്റന്നാളുമൊക്കെ കാര്യങ്ങൾ മാറി മറിയും. അവധി ദിനങ്ങളിലേക്ക് എത്തുമ്പോൾ ഫാൻസ് ഇരച്ചു കയറുമെന്നുള്ള പ്രതീക്ഷ. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ 2-3 ദിനങ്ങളിലേക്ക് നേടിയെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ അർപ്പിക്കുന്നു. അതെല്ലാം ഫാൻസിലേക്ക് ആണ് അർപ്പിക്കുന്നത്. തീർച്ചയായും സാധാരണ ജനങ്ങൾ സിനിമയ്ക്ക് അട്രാക്ഷനായി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ കണ്ടവർ ഒരുപാട് പേർ ഇന്ന് ഇതിൻ്റെ ക്വാളിറ്റി വൈസ് മനസ്സിലാക്കുമ്പോൾ വീണ്ടും സിനിമയ്ക്ക് വരാൻ ഉദ്ദേശിക്കുന്നു. സിനിമ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ തിയേറ്ററിൽ കാണാതെ TV-യിൽ കണ്ടിട്ടുള്ളവർക്കും ആ ഒരു മോഹം ഉദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.